കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ തടയുക എന്നതായിരുന്നു LDF സർക്കാരിൻ്റെ ഒരു നയം എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ ജീവൻ കൊണ്ടുപോലും പന്താടുന്ന ചില നടപടികൾ ഈ പറയുന്ന സർക്കാരിൻ്റെ കാലത്തുണ്ടായി എന്നുള്ളതാണ്. അതിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഇപ്പോൾ VD സതീശൻ സർക്കാർ ആ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഏറെ ആശ്വാസമല്ലേ? തീർച്ചയായിട്ടും അത് ഒരു വെൽക്കം സ്റ്റെപ്പാണ്. ഇവർ കേന്ദ്രം പറയുന്നത് എന്തും കണ്ണടച്ച് തീർക്കുക എന്നുള്ളതായിരുന്നല്ലോ LDF ഗവൺമെൻറ്. PM-ശ്രീ അത് തന്നെയല്ലേ. PM-ശ്രീ കൊണ്ട് എന്ത് കോട്ടം ഉണ്ടാകുമ്പോൾ നേട്ടമില്ലാതെ അതും കയറി തടഞ്ഞു. അതുപോലെ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ കയറി എന്തെങ്കിലും പാരവയ്ക്കുക, അല്ലെങ്കിൽ അതുപോലെ നടപ്പാൽ ഇത് കേരളമാണ് എന്നൊക്കെ പറയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് VD സതീശൻ്റെ ഈ നയം നല്ല കേന്ദ്രത്തിനോട് ഏറ്റുമുട്ടലിനില്ല, കേന്ദ്രത്തിനോട് സഹകരിച്ച് പോകുന്നുള്ളൊരു നല്ല നയമാണ്. അതെപ്പോഴും സംസ്ഥാനത്തിൻ്റെ ഗുണകരമായിട്ട് ഭവിക്കും. ഇതിപ്പോൾ പദ്ധതി എന്ന് പറയുന്നത് വാഹന അപകടങ്ങളിൽ പരിക്ക് പറ്റുന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ PM റാഹത്ത് നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നല്ലൊരു സ്റ്റെപ്പാണ്. കാരണം ഇപ്പോൾ അപകടമൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലർക്കും ആളുകളെ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ പേടിയാണ്. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരോട് നിൽക്കാൻ പറയും, അല്ലെങ്കിൽ ഇവർ പൈസ കൊടുക്കണമെന്നൊക്കെ പറയും. അങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ. അതൊക്കെ ഇടയ്ക്ക് എന്തോ റിലാക്സ് ചെയ്യുമെന്നൊക്കെ പറയുമെങ്കിലും പ്രാക്ടിക്കലായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ ആൾക്കാർ അപകടം ഉണ്ടാകുമ്പോൾ അയാൾ പോക്കറ്റിൽ 50,000 രൂപയൊന്നും വെച്ചിട്ടല്ലോ നടക്കുന്നത്. അല്ല, ഇനി അഥവാ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ പോലും എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഇയാൾ നേരിട്ട് പോകേണ്ടി വരും. ചെക്ക് സൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ATM-ൽ ലിമിറ്റേഷൻസ് എത്ര എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാകും. അയാളുടെ ഫ്രണ്ട്സോ സുഹൃത്തുക്കളോ ആരും ഇല്ലയെന്നിരിക്കട്ടെ. അയാൾക്കിപ്പോൾ ഒരു കോഴിക്കോടുകാരന് ഇവിടെ അപകടം ഉണ്ട്, അയാൾക്ക് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അയാളെന്തായാലും ജോലി ചെയ്ത് ജീവിക്കുന്ന ആളായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ PM റാഹത്ത് എന്നുള്ള പരിപാടി ശരിക്കും പറഞ്ഞാൽ പരിഷ്കൃത സമൂഹത്തിന് ഏറ്റവും അനുയോജ്യമായ പരിപാടിയാണ്. അത് നടപ്പിലാക്കാൻ VD സതീശൻ സർക്കാർ തയ്യാറായത് ഏറ്റവും നല്ല കാര്യമാണ്. അതായത് 7 ദിവസം വരെയുള്ള ചികിത്സ 1.5 ലക്ഷം രൂപ വരെ കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. അതായത് ഒരാൾക്ക് അപകടം പറ്റിയാൽ ഇനി ആ ചികിത്സയുടെ ചെലവ് കൊണ്ട് ആ കുടുംബം തകരില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അത് വലിയൊരു കാര്യമാണ്. 1.5 ലക്ഷം രൂപയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് സാധാരണ രീതിയിൽ ഒരാളെ കൊണ്ടുപോയി കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയാൽ ഒരു അപകടം വന്നു എന്നിരിക്കില്ല, ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടായാൽ അവർ ഉടനെ പറയുക 5,000 ഉടനെ കെട്ടി വയ്ക്കണമെന്ന് പറയും. ഈ പാവത്തിൻ്റെ അതിൽ അതുണ്ടാവുന്നില്ല. അപ്പം എനിക്ക് ആക്സിഡൻ്റ് ആയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് എൻ്റെ അടുത്ത് ആ സമയത്ത് 50,000 രൂപ 5,000 രൂപ എൻ്റെ അടുത്ത് ക്യാഷ് ആയിട്ടില്ല. ATM വെച്ചിട്ട് എടുക്കാൻ പറ്റും, പക്ഷേ ഞാൻ തന്നെ പോകണ്ടേ ATM-ന്, നടക്കണ കാര്യമല്ല. പക്ഷെ അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വന്നതിൽ ഒരു സുഹൃത്ത് ഉടനെ തന്നെ 5,000 എടുത്ത് കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ പിന്നെ അവർ കൂടുതൽ നടപടികളിലേക്ക് അവർ നീങ്ങും. അതല്ലെങ്കിൽ നീങ്ങില്ല. എത്ര വലിയ ആസ്പത്രി ആയാലും അവരൊന്ന് താളം ചവിട്ടും അത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ട് 1.5 ലക്ഷം, പണ്ട് LDF ഗവൺമെൻറ് 3 ലക്ഷം ആക്കിയില്ലെങ്കിൽ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിയതായിരുന്നു. അതെ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നൊരു തിയറി ഉണ്ട്. സാമൂഹ്യ വ്യവസ്ഥയിലെ ഒരു തിയറിയാണത്. ഇപ്പോൾ ഒന്നും ഇല്ലാതിരിക്കുന്നതിന് എന്തെങ്കിലും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലും ചെയ്യാതെ 3 ലക്ഷം ആയിട്ട് ആലോചിക്കുക. ആൻഡ് ദാറ്റ് മീൻസ് അത് തടയാൻ തന്നെയായിരുന്നു ഒരു ഉദ്ദേശം. കാരണം കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ സഹായിച്ചൊന്നുമില്ല, അത്ര വലിയൊരു ഫണ്ട് അലോക്കേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞല്ലേ 3 ലക്ഷം, അപ്പോൾ ഞങ്ങളെ പീപ്പിൾ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞില്ലേ 3 ലക്ഷം എന്നുള്ളൊരു മുടന്തൻ ന്യായം പറയില്ലായിരുന്നു അവരോട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ 1.5 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ചെറുകിട അപകടങ്ങളൊക്കെ ആ കാര്യങ്ങൾ കവർ ചെയ്ത് പോകും. പിന്നെ ഇൻഷുറൻസ് കമ്പനികൾ എത്ര 10 ദിവസത്തിനാവും അല്ലേ? അതെ, 10 ദിവസത്തിനായി ഈ എമൗണ്ട് ഹോസ്പിറ്റലിലേക്ക് റെമിറ്റ് ചെയ്യണം. അത് നല്ല കാര്യമാണ്. സാധാരണ ഇൻഷുറൻസ് കമ്പനിക്കാർ പലപ്പോഴും അപകടം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഉഴപ്പം എങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ളതിനെ പറ്റി ട്രെയിനിങ്ങുകളാണ്. ഒരു ഫിലിം പോലും വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ. ശരി. എങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അവരവിടെ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മൾ ചേരുമ്പോൾ ഈ പോളിസിയൊക്കെ തരുമ്പോൾ ഈ കുനുകുന എന്നുള്ള കുഞ്ഞക്ഷരത്തിൽ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ നോക്കില്ല. അതിലെവിടെ വലിയ പാടാ മനസ്സിലാക്കാനും പാടാ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഈ സാധനം ഉണ്ടാവും. അതെ, ഇത് ഹോസ്പിറ്റൽ റൂം ഇത്ര റെൻ്റേ ആവാൻ പാടുള്ളൂ. അത് നമ്മൾ ആ സമയത്തൊരു ഒഴിഞ്ഞ റൂമിലേക്കൊക്കെ പോവുകയല്ലേ. അതെ, അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ ചട്ടപ്രകാരമുള്ള റെൻറ്റ് കുറഞ്ഞ റൂം അന്വേഷിച്ച് നടക്കുമ്പോൾ നമുക്ക് റൂം കിട്ടിയെന്നല്ല, നമ്മൾ ജനറൽ വാർഡിൽ കിടക്കേണ്ടി വരും. അത് എല്ലാവർക്കും സാധിച്ചൊന്നുമില്ല, എല്ലാവർക്കും അത് സൗകര്യപ്പെടില്ല, അവർക്ക് സൗകര്യപ്രദമായിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് അവർ ഒഴിവുള്ളൊരു റൂമിലായിരിക്കും നമ്മൾ പോവുക. അപ്പോഴായിരിക്കും ഇവർ ഈ കുഞ്ഞക്ഷരത്തിൽ എഴുതിയ സാധനം എടുത്ത് കാണിച്ചു തരാം. റൂം റെൻറ്റ് ഇത്ര ആവാൻ പാടുള്ളൂ.
എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ നമുക്ക് തരാനുള്ള ഇൻഷുറൻസ് എമൗണ്ട് അത് വെച്ചിട്ട് കുറയ്ക്കും. അല്ല, എനിക്ക് ജസ്റ്റ് ഹാഫേ കിട്ടിയുള്ളൂ, മുഴുവൻ കിട്ടുമെന്നൊക്കെയാണ് എന്നോട് ഇവർ ആദ്യം പറഞ്ഞത്. ആക്സിഡൻറ്റ് ഉണ്ടായ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ് ഈ കാര്യം. ഈ LDF സർക്കാർ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്നത് മുഴുവൻ കേന്ദ്ര പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാതിരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു. പരമാവധി അവർ ശ്രമിച്ചു. അവസാനം PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി അടക്കം അവരെങ്ങനെ നടപ്പിലാക്കരുത് എന്നതിനെ പറ്റി ഗവേഷണം നടത്തുമായിരുന്നു. ശിവൻകുട്ടി അവസാനം മന്ത്രിയായിരുന്ന ശിവൻകുട്ടി പറഞ്ഞു, പൈസ വാങ്ങിച്ചെടുക്കാനുള്ള ഞങ്ങളുടെ അടവായിരുന്നു, ഞങ്ങൾ പൈസ വാങ്ങിച്ചെടുത്തിട്ട് പിന്നെ സർക്കാരിനെ പറ്റിക്കാൻ പോവുക എന്ന് വരെ പറഞ്ഞു. ഒരു നാണം കെട്ട പ്രസ്താവന നടത്തുകയും ചെയ്തു. അപ്പോൾ അവരുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു, ഒരിക്കലും നടപ്പിലാക്കരുത് കേന്ദ്ര പദ്ധതികളൊന്നും. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കരുതെന്നാണ് അവരുടെ ഉദ്ദേശം. ഒന്നാമത്, കേന്ദ്ര പദ്ധതി കൊണ്ട് ജനങ്ങൾക്ക് ഗുണങ്ങളുണ്ടായാൽ, ബെനിഫിറ്റ്സ് ഉണ്ടായാൽ, ഈ ബെനിഫിഷ്യറീസ് ജനങ്ങളല്ലേ. ബെനിഫിഷ്യറീസ് നാളെ BJP ആയാലോ, മോഡി ഗവൺമെൻറ് ഒന്നുകൊണ്ട് ഇത്രയും കിട്ടി, അന്ന് അടുത്ത പാർലമെൻറ്റ് ഇലക്ഷന് മോഡി ഗവൺമെൻറ്, മോഡിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം എന്നൊക്കെ പറയില്ലേ. അപ്പം അതുകൊണ്ട് എങ്ങനെ ഇതിന് പാര ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യും. അത് തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. PM ശ്രീയുടെ കാര്യത്തിലായാലും ഈ കാര്യത്തിലായാലും കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോകുന്ന എന്ത് പരിപാടിയും തകിടം മറിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ഇനി ഉള്ളത് ആയുഷ്മാൻ ഭാരതാണ്, അതുകൂടി നടപ്പിലാക്കി കിട്ടേണ്ടതില്ലേ? തീർച്ചയായിട്ടും. അതിപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവല്ലേ, മിക്ക സ്റ്റേറ്റുകളിലും. എനിക്ക് തോന്നുന്നു ബംഗാളിലുണ്ടായി, ഇനി ബംഗാളിൽ പോകുന്നു തോന്നുന്നു BJP ഗവൺമെൻറ് വന്നതിന് ശേഷം. പിന്നെ കേരളം, കർണാടക ഉണ്ടോ എനിക്കറിയില്ല. കർണാടകമൊക്കെ നടപ്പിലാക്കി കാണും. മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും നടപ്പിലാക്കി. പിന്നെ ആയുഷ്മാൻ എന്ന് പറഞ്ഞാൽ 70 വയസ്സിന് മേലെയുള്ള ആൾക്കാർ പലരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. കാര്യം നല്ല പ്രായത്തിൽ അവർ അധ്വാനിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ചില ആൾക്കാർക്ക് മക്കളും ചിലപ്പോൾ ആ നിലയ്ക്ക് ഇവരെ സംരക്ഷിക്കാനായിട്ട് സാമ്പത്തികമായി കഴിവുള്ളവരാവണമെന്നില്ല. ഇനി കഴിവുള്ള ചില ആൾക്കാർ ഉഴപ്പി മറന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആ നിലയ്ക്ക് 70 വയസ്സായ ആൾക്കാർക്ക് ഈ 5 ലക്ഷം അല്ലേ, 5 ലക്ഷം രൂപയുടെ ഈ ചികിത്സ, അതിൻ്റെ പേരിൽ എത്രയോ മനുഷ്യർ കാർഡ് എടുത്തിരിക്കുന്നുണ്ടെന്നോ. ഇത് വന്ന ഉടനെ തന്നെ അക്ഷയയിലൊക്കെ ഇത്തരം ആൾക്കാരുടെ ക്യൂ ആയിരുന്നു. കാർഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഇരിക്കാൻ അവർ, ഇന്നല്ലെങ്കിൽ നാളെ ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അത് നടപ്പിലാവേണ്ടത് തന്നെയാണ്. അതിന് സർട്ടൺ പെർസെൻറ്റേജ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യണം, സർട്ടൺ പെർസെൻറ്റേജ് സെൻറ്ററിൻ്റെ 100% അല്ല അത്. പക്ഷേ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ചെയ്യേണ്ട ആ പെർസെൻറ്റേജ് ചെയ്യാതിരുന്നുകൊണ്ടാണ് ഇവരതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ നാട്ടിൽ 70 വയസ്സിനുള്ള ആൾക്കാർ എണ്ണം വളരെ കൂടുതലാണ്. അവർക്ക് വളരെ നല്ല ചികിത്സയൊന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ കണ്ണിൻ്റെ സർജറി തന്നെ ധാരാളം പേർക്ക് വേണ്ടി വരും. ഇപ്പോൾ കണ്ണിൻ്റെ സർജറിക്കൊക്കെ നല്ല പൈസയാവും. പല ഹോസ്പിറ്റലും പല പോലെ ഇരിക്കും. എന്നാലും നല്ല ഹോസ്പിറ്റലിൽ പോകാനല്ലേ ആൾക്കാർ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് അതിൻ്റെ പൈസ ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും പറ്റില്ല. പിന്നെ അതുകൂടാതെ തന്നെ വ്യാപകമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രശ്നം പ്രായ ആൾക്കാർക്ക് വരുന്നത് ധാരാളം പേർക്കുണ്ട്. പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രശ്നം, സർജറി വേണ്ടവരും അങ്ങനെ. പിന്നെ ഹാർട്ട് സർവ്വസാധാരണമായൊരു സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ആശ്വാസം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അത് സതീശൻ ഗവൺമെൻറ് എത്രയും വേഗം ചെയ്യേണ്ടതാണ്. അതുകൂടെ PM ശ്രീയും നടപ്പിലാക്കണം. ഈ ആയുഷ്മാൻ ഭാരത് അതും നടപ്പിലാവണം. ഇത് പിന്നെ ഈ രാഹത്ത് നടത്തിയത് നല്ല കാര്യം. ഇപ്പോൾ ഈ പറഞ്ഞു വന്ന പോലെ സതീശൻ്റെ അടുത്താണ് വലിയൊരു പ്രതീക്ഷ. കാരണം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല, ധനമന്ത്രി കൂടിയാണ് സതീശൻ എന്നുള്ളത്. അപ്പോൾ സതീശന് അതിൻ്റെ പ്രായോഗിക കാര്യങ്ങൾ കൂടി മനസ്സിലാകും എന്നുള്ളത് കൂടി വെച്ചുകൊണ്ട് ഭാവിയിൽ ഇതൊക്കെ നടപ്പിലാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? നമുക്ക് ഹോപ്പോട് കൂടി പ്രതീക്ഷിക്കാം. കാരണം എന്ന് വെച്ചാൽ സതീശൻ സാധാരണ ഒരു പൊളിറ്റീഷ്യൻ അല്ല. ഇപ്പോൾ പലർക്കും രാഷ്ട്രീയപരമായി ഇപ്പോൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അതല്ല, സബ്ജക്റ്റ് പഠിക്കുന്ന ആളാണ്. അതിനു മുമ്പ് സതീശൻ പലതവണ തെളിയിച്ചിട്ടുണ്ട്. ഫ്ലോർ ഓഫ് ഹൗസിലും അല്ലാതെ ഡിബേറ്റിലും എല്ലാം സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് പഠിക്കുക അതിനെ പറ്റിയിട്ട്. അത് സ്വഭാവമുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പം അദ്ദേഹം ഈ സബ്ജക്റ്റ് പഠിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടൊരു പ്രൊജക്റ്റാണ് എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുമെന്ന്, ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അത് നാട്ടിൽ അനവധി ആളുകളുടെ പ്രതീക്ഷയാണ്, ആയിരക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷയാണ്.